ഓം അനങ്കാനന്ദനാഥാഖ്യം ശ്രീഗുരും പ്രണമാമ്യഹം. യസ്യ സ്മരണമാത്രേണ മുച്യതേ സർവകിൽബിഷൈ. എൻ്റെ ഗുരുനാഥനായ ശ്രീ അനങ്കാനന്ദനാഥ പാദതീർത്ഥയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും യാതൊരു നിശ്ചയവുമില്ല. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പകരം വെക്കാൻ ആളില്ലാത്ത ഒരു മഹനീയ വ്യക്തിത്വമാണ്, മഹനീയമായ ഒരു ചൈതന്യമാണ് ഈ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ പകരം വെക്കാനില്ലാത്ത എന്ന് പറയുമ്പോൾ ഒരു മത്സര ബുദ്ധിയോടെ പറയുന്നതാണോ എന്ന് ചോദിച്ചേക്കാം. കാരണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒരിക്കലും മത്സരിച്ച് ജയിക്കേണ്ടതല്ല. ഒരു കാര്യം ഞാൻ ഓർമ്മിച്ച് പറയുന്നു. ഗുരുനാഥൻ വടകരയിലായിരുന്ന അവസരത്തിൽ ഞാനന്ന് ശിഷ്യനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അവിടെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ക്ലബിൻ്റെ വകയിൽ ഒരു യോഗാസന മത്സരം നടത്തുന്നുണ്ട്. ആ യോഗാസന മത്സരത്തിൽ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി അങ്ങ് വരുമോ എന്ന് ചോദിച്ചു. ഉടനെ ഗുരുനാഥൻ പറഞ്ഞു, എനിക്കതിനുള്ള കഴിവില്ല, കഴിവുള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ കാണുന്ന ശിവൻ്റെ ചിത്രത്തിന് നേരെ കൈ ചൂണ്ടി. അപ്പോൾ സാക്ഷാത് പരമശിവന് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. ഇതൊരു മത്സരിക്കേണ്ട വിഷയമല്ല. ഇനി ഒരു താരതമ്യം ചെയ്യണമെങ്കിൽ മറ്റൊരു ഗുരുനാഥൻ്റെ സമീപത്ത് ഞാൻ പോയിട്ടുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ 3 വർഷം വീട്ടിൻ്റെ 4 ചുമരുകൾക്ക് ഇടയിൽ നിന്നും പുറത്തു പോവാതെ ശ്രീചക്ര പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ, 1000 ശ്രീചക്ര പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതം തന്നെയാണ്. ഒരു ദിവസം പോലും മുടക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിൽ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നതാണ് സംശയം. ഉണ്ടായിരിക്കാം, ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതാവഹമാണ്. കാരണം ഒരു ശ്രീചക്ര പൂജ നിർവഹിക്കാൻ തന്നെയുള്ള പ്രയാസം എന്തെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഗുരുപത്നി അമ്മയ്ക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ടാവും. അവർ പേരെടുത്തൊരു ഗൈനക്കോളജിസ്റ്റാണ്, ഹോസ്പിറ്റലിലെത്തണം. എങ്കിലും രാവിലെ എല്ലാ നിവേദ്യങ്ങളും ഉണ്ടാക്കി വെച്ച്, അപ്പോഴേക്ക് ആരെങ്കിലും ശിഷ്യന്മാരുണ്ടായി, ശിഷ്യന്മാർ പൂവും അതുപോലെ ചന്ദനവും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അവിടെ പൂജയ്ക്കിരിക്കുന്നു. ലഘുപൂജയല്ല, 1000 മഹാപൂജ. അത് തുടങ്ങുന്നതിന് മുമ്പ് ഗുരുനാഥൻ ദിവസവും ലഘുപൂജ ചെയ്യുമായിരുന്നു. ആ ഒരു കാലഘട്ടവും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എങ്കിലും പഞ്ചപർവസു വിശേഷാർച്ച എന്ന നിയമം അനുസരിച്ച് പഞ്ചപർവങ്ങളിൽ ഗുരുനാഥൻ മഹാപൂജ ചെയ്യാറുണ്ടായിരുന്നു. മറ്റെല്ലാ ദിവസവും ലഘുപൂജയാണ്. അന്ന് ഗുരുനാഥൻ വളരെയേറെ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ആ യാത്ര ചെയ്യുമ്പോഴും സൂട്ട് കേസിൽ ശ്രീചക്രവും പൂജാ സാമഗ്രികളും കൊണ്ടുപോകുമായിരുന്നു. ആ ഒരു കാലഘട്ടവും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ 1000 മഹാപൂജകൾ മുടങ്ങാതെ ചെയ്തു എന്ന് പറയുമ്പോൾ
അത് അത്ഭുതം തന്നെയാണ്. ആ ഒരു ദേവി അനുഗ്രഹിച്ചരുളിയ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പിന്നെ ഗുരുനാഥൻ്റെ കൂടെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ടാകും. അത്രയും വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഗുരുനാഥൻ്റെ വ്യാവഹാരിക വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും ഞങ്ങളത് ചിന്തിക്കാറില്ല. ഗുരുനാഥൻ്റെ ജാതി ഏത്? പലപ്പോഴും ജാതി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലരും, വടകരയിലുള്ള ആൾക്കാർ. ഏതാണ് ജാതി എന്നുള്ളത് അത് പോട്ടെ, ജാതി ഏതായിരുന്നാലും അറിഞ്ഞതുപോലെയൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. കുടുംബങ്ങളേത്? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഗുരുനാഥൻ്റെ ഒരു അനുജനെ പരിചയപ്പെട്ടത് തന്നെ സമാധിക്ക് ശേഷം മാത്രമാണ്. അതുവരെ ഞങ്ങൾക്ക് യാതൊരു പരിചയവുമില്ല. അപ്പോൾ ഗുരുനാഥൻ എന്തിന് എവിടെ വ്യാവഹാരിക ജീവിതം എന്ത്? പൂർവാശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് പറയും, അത് സന്യാസിമാരെക്കുറിച്ച്. പക്ഷേ കൗളെ സംബന്ധിച്ചിടത്തോളം പൂർവാശ്രമം അപരാശ്രമം എന്നീ 2 ആശ്രമങ്ങളില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഗുരുനാഥൻ്റെ വ്യാവഹാരിക ജീവിതം എന്ത് എന്ന് ഞങ്ങൾ അന്വേഷിക്കാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ്റെ ബന്ധുക്കളാര്, അമ്മയാര്, ജ്യേഷ്ഠന്മാരാര് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തികച്ചും ഞങ്ങൾ അജ്ഞരാണ്. ഗുരുനാഥൻ്റെ അമ്മ കുറച്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു, എനിക്കറിയാം. ഗുരുനാഥൻ്റെ കൂടെ താമസിച്ചിരുന്നു, അത് എനിക്കറിയാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുനാഥൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്ന് മാധവജിയുടെ അന്ത്യേഷ്ടി ചെയ്യാനുള്ള ഒരു യാത്രയായിരുന്നു. ഒരു ദിവസം അന്ന് വീട്ടിൽ നിന്നും ഫോണില്ല, ലാൻഡ് ഫോൺ ഉള്ളു എല്ലായിടത്തും. എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കിട്ടിയിട്ടില്ല. സ്കൂളിലേക്കൊരു ഫോൺ വിളി വന്നു. എന്താണ്, പെട്ടെന്ന് വടകര മന്ത്രാലയത്തിൽ എത്തണം എന്ന് പറഞ്ഞാണ് ഫോൺ വിളിച്ചത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഗുരുനാഥൻ പരശുരാമ കൽപ്പസൂത്രം എടുത്ത് തന്നു പറഞ്ഞു, ഇതിൽ പരിശിഷ്ടത്തിൽ കൗളശ്രാദ്ധ വിധിയുണ്ട്, അതൊന്ന് ക്രമപ്പെടുത്തി എഴുതി വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് വേണ്ടതുപോലെ എൻ്റെ കഴിവ് പോലെ എഴുതി വെച്ച് ഗുരുനാഥനെ ഏൽപ്പിച്ചു. പിന്നെ വീണ്ടും ഒരിക്കൽ വിളിച്ച് പറഞ്ഞു, നമുക്ക് ആലുവയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാധവജിയുടെ അന്ത്യേഷ്ടിക്ക് പോകുന്നത്. പിന്നെ പലപ്പോഴും യാത്ര ചെയ്തത് മദ്രാസിലേക്കാണ്. ശ്രീപെരുമ്പത്തൂരിൽ ശ്രീചക്ര സ്ഥാപനം നടത്തുവാൻ വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ ഒരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ആ യാത്രാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഗുരുനാഥൻ അർജൻറ്റായിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നപ്പോൾ പൂജ കഴിഞ്ഞ് ഉടനെ എന്നോട് പറഞ്ഞു, വടകര പോയിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ്, ഗുരുനാഥൻ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലേ പോകാറുള്ളൂ, ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വടകര സ്റ്റേഷനിലെത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് റിസർവേഷൻ ഇല്ല, തീർന്നു പോയിരിക്കുന്നു. പറഞ്ഞു സെക്കൻഡ് എ സി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞു. സെക്കൻഡ് എ സി ടിക്കറ്റ് എടുത്തു. വഴക്ക് പറയുകയാണെങ്കിൽ കേൾക്കാം തന്നെ. അതുകൊടുത്ത് പോയി. പക്ഷേ ഗുരുനാഥൻ ഒന്നും മിണ്ടിയില്ല. ഗുരുനാഥൻ സന്തോഷം പോലെ സെക്കൻഡ് എ സി ആയതുകൊണ്ട്. പക്ഷെ അതിനുശേഷം ഗുരുനാഥൻ്റെ യാത്ര എപ്പോഴും സെക്കൻഡ് എ സിയിലായിരുന്നു, ഫസ്റ്റ് ക്ലാസ് എടുക്കാറില്ല. അപ്പം അതുകൊണ്ട് ആ സെക്കൻഡ് എ സിയിലാണ് ഞങ്ങൾ മദ്രാസിലൊക്കെ പോവാറ്. മദ്രാസിൽ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ആ പ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീചക്ര സ്ഥാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ
അവിടെ വിശിഷ്ടാതിഥിയായിട്ട് അശോക് സിംഗാൾ വന്നിരുന്നു. അത് പി ആർ കൃഷ്ണകുമാർ, ക്ഷേത്രോപാസനാ സമിതിയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ പി ആർ കൃഷ്ണകുമാർ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വേൾഡ് വൈഡ് നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് വിശിഷ്ടാതിഥിയായിട്ട് എത്തിയതാണ് അശോക് സിംഗാൾ. അശോക് സിംഗാൾ ഗുരുനാഥനുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയോധ്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ആ ക്ഷേത്രം അവിടെ നിർമ്മിതി നടത്തണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവിടെ വേണ്ടത് ഒരു ചണ്ഡികാ ഹോമം നടത്തുകയാണ്. കാരണം ശ്രീരാമൻ ദേവിയെ ഭജിച്ചിട്ടാണ് രാവണ നിഗ്രഹത്തിലുള്ള ശക്തി നേടിയത്. അതുകൊണ്ട് അവിടെ ചണ്ഡികാ ഹോമം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ആരും അത്ര കാര്യമാക്കിയില്ല. അശോക് സിംഗാൾ കേട്ട് പോയി എന്നല്ലാതെ പിന്നെ അതിനെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും നടന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ബോധ്യപ്പെടുന്നു ആ വാചകത്തിലെ അഗാധമായ അർത്ഥതലത്തെ. ഇന്നവിടെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായത് ദുർഗാ സപ്തശതി ചൊല്ലിക്കൊണ്ടാണ് അവർ ആരംഭിച്ചത്. അവിടെ ചണ്ഡികാ പൂജ ചെയ്തു എന്നും പറയപ്പെട്ടു. എങ്ങനെയായിരുന്നാലും ദുർഗാ സപ്തശതി ചൊല്ലിക്കൊണ്ടാണ് അവർ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം തുടങ്ങിയത്. എന്തായിരുന്നാലും ആ ചണ്ഡികയുടെ പ്രഭാവം അവിടെ കാണിച്ചു കൊടുത്തു. അന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ആ വാക്ക് പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നില്ലെങ്കിലും അതിൻ്റെ ഒരു അദൃശ്യസ്പന്ദനം ഇപ്പോഴും അവിടെ ഫലവത്തായി തീർന്നിരിക്കുകയാണ്.